ബേബീൻ്റെ ഹെഡ് ഒത്തിരി ഡ്രോപ്പായിട്ട് എൻ്റെ സെർവിക്സ് ബേബീൻ്റെ ഹെഡിൻ്റെ ബിഹൈൻഡ് വന്നു. അപ്പോൾ ഇവിടെ വന്നു. അപ്പം ഇവർ സ്കൂപ്പിൻ ചെയ്ത് കൊച്ചിൻ്റെ തലയും കഴിഞ്ഞ് സ്കൂപ്പിൻ ചെയ്തിട്ട് വേണം സെർവിക്സിൻ്റെ ഡൈലേഷൻ നോക്കാനായിട്ട്. ഞാൻ കരഞ്ഞ് നല്ല വിളിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ പെയിനാണ്. ഇവർ പുഷ് ചെയ്യുന്ന പ്രഷറും എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും മിന്നും. ബട്ട് എല്ലാവർക്കും അങ്ങനെയല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് സെർവിക്സ് ബാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയത്. നോട്ട് എവറി വൺ. എന്നിട്ട് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ 5.5 സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആണ്. കോൺട്രാക്ഷൻ ഞാൻ അറിയുന്നില്ല. കാരണം ഈ ഛർദ്ദിക്കുന്നത് കാരണം അതിൻ്റെ ഈ പെയിനും പുഷും എല്ലാം കാരണം എനിക്ക് കോൺട്രാക്ഷൻ ഞാൻ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ തന്നെ എമർജൻസിയിൽ പോയി. കാരണം അവരെടുക്കേണ്ടതാണ്. 5 സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആണെങ്കിൽ അവരെടുക്കേണ്ടതാണ് നമ്മളെ. പോയപ്പം മേ ബി ബിക്കോസ് അവർ തിരക്കായതുകൊണ്ടാണോ അതോ 36 വീക്സ് ആയിട്ടുള്ളൂ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അവർ നമ്മളെ നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഡൈലേഷൻ്റെ പ്രോഗ്രസ് നോക്കി. അപ്പം 1 hour 0.5 ഡൈലേഷനാണ് മാറിയേക്കുന്നത്. ദാറ്റ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചിട്ടു. അപ്പം നമ്മൾ ഭയങ്കര കൺസേൺഡാണ്. നമ്മൾ ഫസ്റ്റ് പേരൻസ് ആണ്. 30 minutes ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. നമുക്ക് കോൺട്രാക്ഷൻ അറിയുന്നില്ല. അപ്പം ബേബി വരുമ്പോഴത്തേക്കിനും വണ്ടിയിൽ വെച്ച് വല്ലതും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ക്ലൂ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ പ്രാവശ്യം അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ആണ് ടെൻസ്ഡ് ആണെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ 38 വീക്സിൻ്റെ ഓൺ ദ ഡോട്ട്, അതായത് 38 വീക്സ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സൺഡേ ആണ്. ആ സൺഡേ ചെറിയ പെയിൻ കോൺട്രാക്ഷൻ്റെ വന്നപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ ഈ സമയത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രഷർ നോക്കുമായിരുന്നു. പ്രഷർ എലിവേറ്റഡ് ആണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നോക്കുമായിരുന്നു. ഗ്ലൂക്കോസ് വാസ് ഗുഡ്, താങ്ക് ഗോഡ്. അപ്പോൾ പ്രഷറിൻ്റെ ഇത് കാരണം പ്രീക്ലാംസിയയും കൂടെ ഇനി വരാനുള്ളൂ. ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേഷനിൽ പ്രീക്ലാംസിയാണ് ഇനി വരാനുള്ളത്. അതുണ്ടോ എന്ന് റെഗുലർലി ചെക്ക് ചെയ്യുമായിരുന്നു വീട്ടിൽ തന്നെ. അതൊക്കെ നമ്മൾ എക്സ്ട്രാ എടുത്ത എഫേർട്സ് ആണ്. അത് നോക്കണമെന്നുള്ളതുമൊക്കെ പല ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ട് ചെയ്തതിന് ശേഷം അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം റെഗുലർലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം വോമിറ്റിംഗ് ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ചെറിയ കോൺട്രാക്ഷൻ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർ ഇതുപോലെ സർവിക്സ് ഇവർ ചെക്ക് ചെയ്യാതെ അവർക്ക് ഓപ്ഷൻ ഇല്ല. അവർ ചെക്ക് ചെയ്ത് വേദന എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് വേദന എടുത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മെമ്പറിൻ റപ്ചറായി. പിന്നെ എല്ലാം ഭയങ്കര എമർജൻസിയിൽ നടക്കാൻ തുടങ്ങി. എന്നെ പെട്ടെന്ന് തന്നെ ഡെലിവറി റൂമിലേക്ക് മാറ്റി. എൻ്റെ ഹസ്ബൻഡ് സ്റ്റൈലിൽ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് റപ്ചർ ആയി കഴിഞ്ഞ് നമ്മളവിടെ കിടക്കുവാണ്. പെയിനുണ്ട്, കോൺട്രാക്ഷൻ അവർ മേളിൽ കൂടെ ഉള്ള മോണിറ്ററിങ് വെച്ചു. ബേബിൻ്റെ ഹാർട്ട് ബീറ്റും എൻ്റെ കോൺട്രാക്ഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വെച്ചു. ആൻഡ് കോൺട്രാക്ഷൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയുന്നൊന്നുമില്ല. ബേബിയുടെ മൂവ് ചെയ്യുമ്പോൾ മാത്രം എന്തോ ഒരു അനക്കം അത്രേ ഉള്ളൂ എൻ്റെ അകത്ത്. അപ്പം ഈ ഡോക്ടേഴ്സ് വന്ന് നമ്മളോട് ചോദിക്കും, നേഴ്സ് ഷി വാസ് ആസ്കിങ് വാട്ടർ ബ്രേക്ക് ചെയ്യണോ, എപ്പിഡ്യൂറൽ വേണോ. ഇപ്പോൾ എപ്പിഡ്യൂറൽ നേഴ്സ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എപ്പിഡ്യൂറൽ വേണം. അപ്പോൾ അവർ ഇപ്പോൾ വേണോ അത് പിന്നെ മതിയോ. ഞാൻ പറഞ്ഞു അത് എനിക്കെപ്പോൾ വേണം കിട്ടിയാലും ഐ എം ഓക്കെ. അപ്പം ഇവർ ഈ ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കെപ്പോൾ തന്നാലും ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ എൻ്റെ ഹത്ത് ഇപ്പോൾ തന്നോളൂ എന്ന് തന്നെയാണല്ലോ. അപ്പോൾ ആ കറക്റ്റ് സമയത്താണ് വേറൊരു നേഴ്സ് വരുന്നത്. സോ ഷി ആസ്ക്ഡ് മീ ദ സെയിം ക്വസ്റ്റൻ ആൻഡ് ഐ എം ലൈക്ക് ഐ നീഡ് എപ്പിഡ്യൂറൽ ഫോർ ഷുവർ എന്ന് പറഞ്ഞു. അപ്പം